സ്വഹാബത്തിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ഹിജ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പോലും അവിടെ നിന്ന് തീരുമാനിച്ചപ്പോ ഇബ്ലീസ് വന്നിട്ടല്ലേ ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നാട് വിടാൻ പോകുന്നു എന്ന് ഇബ്ലീസ് വന്ന് പറയുമ്പോ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നവര് എല്ലാവർക്കും പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, എന്തിനാ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? പൗരത്വം എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, നൂഹ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂനുസ് നബിയുടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനു മനുഷ്യ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗരത്വം വരെ നഷ്ടപ്പെട്ടല്ലോ. ഇതൊക്കെ വെറുതെയല്ല പറഞ്ഞു തന്നത്. അൻസാരിയായ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് മക്കയിൽ നിന്ന് മുഹാജിരീങ്ങളായ സ്വഹാബത്ത് പൗരത്വം നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങളോ ഉസ്താദന്മാര് പിരിക്കാൻ പറഞ്ഞതല്ല, കേട്ട് സുഖിക്കാൻ പറഞ്ഞതല്ല. എടാ, നാളെ നിനക്കും ഇത് കടന്നു വരാനുണ്ട്, നീ തയ്യാറെടുത്തോ, നീ ഒരുങ്ങിക്കോ. ഇതൊക്കെ പഠിച്ച് നിന്റെ ഈമാനിനെ ഉറപ്പിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതല്ല, ഹദീസിന്റെ കിതാബുകളിൽ വെറുതെ എഴുതി വെച്ചതല്ല, ചരിത്രങ്ങളെ വായിക്കുന്നത് പോലെ വായിച്ച് കളയാറല്ല. ഇതൊക്കെ നിനക്ക് പാഠമാ സഹോദരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്തിരിക്കുകയാണ്. അലിയാര് തങ്ങൾ മുത്തുനബിയുടെ കൂടെയുണ്ട്. വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും ശത്രുക്കൾ വലയം ചെയ്തിരിക്കുകയാണ്. പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയ മുത്തുനബിയുടെ തല വെട്ടിമുറിക്കാർ ഊരി പിടിച്ച വാളുമായിട്ടോ ശത്രുക്കൾ മുഴുവനും വീടിന്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് എല്ലാ ശത്രുക്കളും ഓരോ വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാ വീട് വളർന്നിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ആദ്യം നീ വിശ്വാസിയാകടാ, ആദ്യം നീ ഈമാനുള്ള മനുഷ്യനാകൂ. പ്രായം കുറെ നിനക്കായില്ലോ, 40, 50, 60 കൊല്ലം കൊണ്ട് മുസ്ലിം